എൻ്റെ പിറകിൽ കാണുന്നത് ഒരു സാധാരണ മരമല്ല. ഒരു സാധാരണ മരമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാച്യു ഇവിടെ കാണുകയില്ലായിരുന്നു. ഈ മരത്തിന്റെ പേരാണ് ബയോബാബ്. ആഫ്രിക്കയിൽ ഈ മരത്തെ ട്രീ ഓഫ് ലൈഫ് എന്നാണ് വിളിക്കുന്നത്. ഈ മരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ തടി തന്നെയാണ്. മഴക്കാലത്ത് ഈ തടി വലിയൊരു ടാങ്ക് പോലെ വെള്ളം സംഭരിക്കും. അതുകൊണ്ട് വർഷങ്ങളോളം മഴയില്ലെങ്കിലും വളർച്ചാൽക്കാലം തണ്ടിനുള്ളിൽ വെള്ളം സൂക്ഷിക്കുന്ന ഈ അത്ഭുത മരം മരിക്കാതെ ജീവിക്കുന്നു. ബയോബാബ് ഒറ്റ മരമല്ല, ഒരു മിനി എക്കോസിസ്റ്റം തന്നെയാണ്. ഇവിടുത്തെ മനുഷ്യർക്ക് തണലും ഭക്ഷണവും മരുന്നും ഒത്തുകൂടാനുള്ള ഇടം കൂടിയാണ് ഈ വൃക്ഷത്തിന്റെ ചുവട്. ഈ വൃക്ഷത്തിൽ കുറച്ച് സമയം കഴിയാം. ജീവിതം മുഴുവൻ താമസിക്കാൻ പറ്റില്ല. ഇത് വീടല്ല, ഇത് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. ഇന്ന് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ബയോബാബ് ഒരു പ്രൊട്ടക്റ്റഡ് ട്രീ ആണ്. ഇതിൽ താമസിക്കുക, ഡാമേജ് വരുത്തുക ഇത് നിയമവിരുദ്ധമാണ്. ഈ വൃക്ഷം മുറിച്ചിടുന്ന ദിവസം എനിക്ക് ഇവിടെ പോകാൻ കഴിഞ്ഞിരുന്നില്ല. നിറയെ തേനീച്ചകളായിരുന്നു. ഭൂരിഭാഗം തേനുകൾ ആ നാട്ടുകാരും കുട്ടികളും കൊണ്ടുപോയിരുന്നു. നല്ല ഫ്രഷ് തേൻ. നല്ല ഫ്രഷ് തേൻ. കുട്ടികൾക്കും അവിടുത്തെ നാട്ടുകാർക്കും കുറെ അധികം തേൻ കിട്ടി. ഈ മരത്തിന്റെ ഹോൾ ആരും വെട്ടിയുണ്ടാക്കിയതല്ല. ബയോബാബ് വൃക്ഷങ്ങൾ 500 മുതൽ 1000 വർഷം വരെ നിലനിൽക്കുന്നവയാണ്. സ്വാഭാവികമായി അതിന്റെ ഉൾവശം സ്ലോ ആയി പഴകി തുടങ്ങും. എന്നാൽ പുറത്തെ കട്ടിയുള്ള ഭാഗം സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കും. ഇത്തരം അവസ്ഥയിൽ ആളുകൾക്ക് താമസിക്കുവാനും കയറി കിടക്കുവാനും ഒരിടമായി ഇത് മാറുന്നു. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നായിരുന്നു. ഇവിടുത്തെ വഴി പ്രശ്നം മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത് മുറിക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അതിന്റെ ഉൾവശം നല്ല ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയോടെ കാണാൻ പറ്റി. ആഫ്രിക്കയുടെ ഒരു പൈതൃക വൃക്ഷമാണ് ബയോബാബ് എന്നത്. ബയോബാബ് ഫ്രൂട്ട് വൈറ്റമിൻ സി വളരെയധികം ഉള്ളതാണ്. ഇവിടുത്തെ ആൾക്കാർ ഇത് വെള്ളത്തിൽ കലക്കി നാച്ചുറൽ എനർജി ഡ്രിങ്ക് പോലെ കുടിക്കും. ഇത് അവർക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഇലകൾ കറി വെക്കാനും തൊലികൾ പാത്രങ്ങൾ ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ ബയോബാബിനെ ട്രീ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്.